ഇന്ത്യയിലെ ഇന്ധന വ്യാപാരികളുടെ പെട്രോൾ ഡീസൽ വിൽപ്പന ജൂലൈ മാസത്തിൽ കുത്തനെ ഉയർന്നുവെന്ന് റിപ്പോർട്ട്. മൺസൂൺ മഴയിലെ കുറവ് കർഷകരിലും വാഹന ഉടമകളിലും ഇന്ധനത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. അതേസമയം LPG വിൽപ്പനയിൽ തുടർച്ചയായ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ 3 പൊതുമേഖലാ ഇന്ധന വ്യാപാരികളുടെ പെട്രോൾ ഡീസൽ വിൽപ്പന ജൂലൈ മാസത്തിൽ കുത്തനെ ഉയർന്നുവന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മൺസൂൺ മഴയിലെ കുറവ് കർഷകരിലും വാഹന ഉടമകളിലും ഇന്ധനത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവയുടെ പെട്രോൾ വിൽപ്പന ജൂലൈയിൽ 9.7% ഉയർന്ന് 3.45 ദശലക്ഷം ടണ്ണായി മാറി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 3.14 ദശലക്ഷം ടണ്ണായിരുന്നു. 2024 ജൂലൈയിൽ വിറ്റഴിച്ച 2.99 ദശലക്ഷം ടണ്ണിനേക്കാൾ 15.1% കൂടുതലും 2023 ഇതേ കാലയളവിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ 36.1% കൂടുതലുമാണെന്ന് പുതിയ കണക്കുകൾ പറയുന്നു. എന്നിരുന്നാലും ജൂണുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പെട്രോൾ വിൽപ്പന 3.48 ദശലക്ഷം ടണ്ണിൽ നിന്ന് 1.1% കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഡീസൽ വിൽപ്പന ജൂലൈയിൽ 10.7% ഉയർന്ന് 7.12 ദശലക്ഷം ടണ്ണായി. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇത് 6.43 ദശലക്ഷം ടണ്ണായിരുന്നു. 2024 ജൂലൈയിലെ വിൽപ്പന അളവിനെ അപേക്ഷിച്ച് 11.5% കൂടുതലും 2023 ജൂലൈയിലെ ഉപഭോഗത്തേക്കാൾ 12.7% കൂടുതലുമാണ്. ചരക്കു ഗതാഗതം, കാർഷിക യന്ത്രങ്ങൾ, ജലസേചനം എന്നിവയ്ക്കായി ഡീസലാണ് ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത്. വിത്ത് വിതയ്ക്കൽ സീസണിലെ സാധാരണയിൽ താഴെയുള്ള മൺസൂൺ മഴ ജലസേചന ആവശ്യകത വർദ്ധിപ്പിച്ചു. മൺസൂൺ ആരംഭിക്കുന്നതോടെ സാധാരണയായി ഇന്ധന വിൽപ്പന മിതമായിരിക്കും. മൺസൂൺ കാലത്ത് കാർഷിക ജലസേചന പമ്പുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ആവശ്യം കുറയുകയും വാഹന ഗതാഗതം മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ വർഷം മൺസൂൺ വൈകിയാണ് ലഭിച്ചത്. ഇത് കർഷകർക്ക് ജലസേചനം നടത്താൻ പമ്പുകൾ പ്രവർത്തിപ്പിക്കേണ്ടി വന്നു. ഇവിടെ ഡീസൽ ഉപയോഗം കൂടാൻ കാരണമായി. മാത്രമല്ല, അവധിക്കാല യാത്രകൾ വർദ്ധിച്ചതും ഡീസൽ ഉപഭോഗം വർദ്ധിപ്പിച്ചു. അതേസമയം LPG വിൽപ്പനയിൽ തുടർച്ചയായ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കു ശേഷം ചിലർ പ്രകൃതിവാതകത്തിലേക്ക് മാറിയതാണ് ഇതിന് പ്രധാന കാരണം. കഴിഞ്ഞ മാസം നിയന്ത്രണങ്ങൾ നീക്കി ജൂണിൽ വിൽപ്പന 8.6% ഉയർന്ന് 2.18 ദശലക്ഷം ടണ്ണായിരുന്നു. എന്നാൽ ചില വ്യാവസായിക വാണിജ്യ ഉപയോക്താക്കൾ ഇപ്പോഴും പ്രകൃതിവാതകം ഉപയോഗിക്കുന്നതിനാൽ ഉപഭോഗം കുറഞ്ഞിട്ടുണ്ട്. ജൂലൈയിലെ LPG ഉപഭോഗം 2024 ജൂലൈയിലെ 2.73 ദശലക്ഷം ടണ്ണിനെ അപേക്ഷിച്ച് 13.3% കുറവും 2023 ജൂലൈയിലെ 2.39 ദശലക്ഷം ടണ്ണിനെ അപേക്ഷിച്ച് 1.1% കുറവുമാണ്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.